വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക. ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായി. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായിരുന്ന ഗോഡ് ഫാദറിൽ നായികയായി എത്തിയ കനക സൂപ്പർ സ്റ്റാർ രജനികാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി തിളങ്ങി നിൽക്കവെയായിരുന്നു അപ്രതീക്ഷിത പിൻവാങ്ങൽ. ഇന്നും കനകയുടെ ജീവിതം വാർത്തകളിൽ നിറയാറുണ്ട്. പ്രേക്ഷകർക്ക് നടിയുടെ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും ഏറെ ഇഷ്ടമാണ്. കനകയുടെ ഇപ്പോഴത്തെ ജീവിതം തികച്ചും ദുരൂഹമാണ്. അമ്മയായിരുന്നു കനകയ്ക്കെല്ലാം. അമ്മയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ കനക ആഴ്വാർപേട്ടിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. ഒരാളുമായും കനകയ്ക്ക് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. കനക എല്ലാവരിൽ നിന്നും അകലം പാലിച്ചതുകൊണ്ട് തന്നെ നടിക്ക് മാനസിക രോഗമാണെന്നതും മുതൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുറം ലോകവുമായി വലിയ ബന്ധം കനകയ്ക്കില്ല. അയൽവക്കത്തുള്ളവരുമായി പോലും നടി സംസാരിക്കാറില്ലെന്നാണ് വിവരം. കനകയുടെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതാണ്. ദേവദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അച്ഛനിൽ നിന്നും കനക അകന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ കനകയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ദേവദാസ്. കനക തന്നിൽ നിന്നും അകന്നതിനെ കുറിച്ചാണ് ദേവദാസ് സംസാരിക്കുന്നത്. നിയമപ്രകാരം ഞാനും ദേവികയും പിരിഞ്ഞിട്ടില്ല. ഇന്നും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്. സ്വത്തുകളിൽ എനിക്കും അവകാശമുണ്ട്. മകൾക്ക് വിട്ടുകൊടുത്തതാണ്. അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കനകയ്ക്ക് 17 വയസ്സാണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തത് വാസ്തവമാണ്. അഭിനയിക്കുന്നതിന് പകരം പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കോടതിയിൽ കേസ് വന്നു. കനകയുടെ തീരുമാനം അറിഞ്ഞേ വിധി പറയൂ എന്ന് ജഡ്ജി പറഞ്ഞു. കനകയെ വിളിച്ചു. അമ്മയ്ക്ക് നിന്നെ അഭിനയിപ്പിക്കണമെന്നാണ്, അച്ഛന് പഠിപ്പിക്കണമെന്നും ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടതെന്ന് കനകയോട് ചോദിച്ചു. അമ്മയുടെ പാതയിൽ പോകണമെന്ന് കനക മറുപടി നൽകി. കേസിൽ ഞാൻ തോറ്റു. കനകയുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. മകൾ പഠിക്കാത്തതിന്റെ ദേഷ്യമുണ്ടായിരുന്നു. ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. വയസ്സായി, കനകയ്ക്ക് മാർക്കറ്റ് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ വീട്ടിനുള്ളിൽ കഥകടച്ചിരിക്കേണ്ടി വരുമായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മകൻ കനകയുടെ വീട്ടിൽ പോയതാണ്. ദുബായിൽ നിന്ന് വന്നതായിരുന്നു. കഥകടച്ച് അപ്പുറത്തു നിന്നാണ് അവനോട് സംസാരിച്ചത്. എനിക്കിപ്പോൾ 100 കിലോയായി. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. മറുപടിയില്ല. മകളെ നേരിട്ട് കണ്ടിട്ട് 12 വർഷത്തിലേറെയായി. എനിക്കിപ്പോൾ 88 വയസ്സായി. കനകയെ സംരക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അവളാണ് ആരെയും അടുപ്പിക്കാത്തത് എന്നാണ് ദേവദാസ് പറയുന്നത്. കനകയ്ക്ക് പൊതുസമൂഹത്തിൽ ജീവിച്ച് പരിചയമില്ലെന്നും ദേവദാസ് പറയുന്നു. സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയില്ല. കാരണം വീട്ടിൽ നിറയെ നായകളും പൂച്ചകളും ഒക്കെയാണ്. വൃത്തികേടായിരിക്കുന്നത് ചുറ്റുമുള്ളവർ പറയുന്നു. ആരെയും വിശ്വസിക്കുന്നില്ല. സ്വയമെങ്കിലും വിശ്വസിച്ചുകൂടെ? സ്വതന്ത്രമായി ജീവിക്ക്. 4 ആൾക്കാരെ കണ്ട് സംസാരിക്കെന്നും ദേവദാസ് കനകയോടായി പറഞ്ഞു. മകൾ എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കനകയെ സാധാരണ മനുഷ്യ സ്ത്രീയാക്കി മാറ്റേണ്ടതുണ്ടെന്നും ദേവദാസ് പറഞ്ഞു. അമ്മ മരിച്ചതിനാൽ നീ ഒറ്റയ്ക്ക് കഴിയുന്നത് നല്ലതല്ല. നീ കല്യാണം കഴിച്ച് എനിക്കൊരു അനന്തരാവകാശിയെ തരണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ദേവിക ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത്. വിൽപത്രം എഴുതിയിരുന്നില്ല. കനക മറ്റാരെയോ കൊണ്ട് ദേവികയുടെ വ്യാജ ഒപ്പിട്ട് വിൽപത്രം തയ്യാറാക്കി. ദേവിക നേരത്തെ എനിക്ക് നേരെ കേസ് കൊടുത്തിരുന്നു. ആ വീടിന്റെ പേരിൽ ആ കേസിൽ ഞാൻ ജയിച്ചു. അതിനുശേഷം കനക എനിക്കെതിരെ കേസ് കൊടുത്തു. വിൽപത്രത്തിന്റെ കോപ്പി എനിക്ക് അയച്ചിരുന്നു. അതിലെ കൈയക്ഷരം മാറിയിരുന്നു. ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ വന്നു. ഞാനന്ന് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ട്. ഞാൻ വന്ന ശേഷമാണ് കനക വന്നത്. നിങ്ങൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ട തരത്തിൽ അമ്മ നിന്നെ വളർത്തിയല്ലോ എന്ന് ഞാൻ മറുപടി നൽകി. 3 വയസ്സ് വരെ മാത്രമേ എന്നെ അവൾ കണ്ടിരുന്നുള്ളൂ. ദേവിക മകളെ എന്നെ കാണാൻ സമ്മതിച്ചില്ല. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ മറ്റു കുട്ടികൾക്ക് മധുരം കൊടുത്താൽ മകളെ ദേവിക ആ സ്കൂളിൽ നിന്ന് മാറ്റും. അവളുടെ പഠിപ്പ് മുടങ്ങിപ്പോകുമെന്നതിനാൽ സ്കൂളിൽ പോയി അവളെ കാണുന്നത് നിർത്തി. പെൺകുട്ടി ആയതിനാൽ അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഡ്വക്കേറ്റും പറഞ്ഞു. ദേവിക എന്നെ കൊല്ലാൻ വരെ നോക്കി. ആളെ വിട്ട് അടിച്ചു. സ്വത്തിന് വേണ്ടിയായിരുന്നു അത്. ദേവിക എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ച് വിവാഹം ചെയ്തതാണെന്നും ദേവദാസ് നേരത്തെ പറഞ്ഞിരുന്നു. അമ്മയായിരുന്നു കനകയുടെ ലോകം. എന്നാൽ അമ്മയുടെ വേർപാടോടുകൂടി കനകയുടെ ജീവിതം സഞ്ചരിച്ചത് ദുരൂഹമായ മറ്റൊരു വഴിയിലൂടെയായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ കരിയറിൽ ശോഭിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. എങ്കിലും ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് കനക സമ്പാദിച്ചിരുന്നു. ദേവിക സമ്പാദിച്ചത് വേറെയും. അമ്മയുടെ വേർപാടിന്റെ തീരാ ദുഃഖവും പേറിയായിരുന്നു കനകയുടെ ജീവിതം. അമ്മയേറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയായിരുന്നു ലോകമെന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല. തന്റെ അമ്മയുടെ ആത്മാവിനോട് സംവദിക്കാമെന്ന കപട വാഗ്ദാനത്തിൽ മയങ്ങി കനകയ്ക്ക് നഷ്ടമായത് ഭീമൻ തുകയായിരുന്നു. പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. ഇതിനായി ചില്ലറ കാശൊന്നുമല്ല കനക പൊടി പൊടിച്ചത്. കനക കരുതിയിരുന്നത് പോലെ ഒന്നും സാധിക്കാതെ വന്നതോടെ കനക മാനസികമായി തളർന്നു. അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല. കയ്യിലെ കാശും നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ വെറുക്കാനും അവരുമായി ഇടപഴകാതെയും വന്നു.
ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ചെയ്തിരുന്നത് അമ്മയായിരുന്നു. എന്തിനേറെ പലപ്പോഴും കനകയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ദേവിയെ തന്നെയായിരുന്നു. അതിനാൽ തന്നെ കപടത നിറഞ്ഞ ഈ ലോകത്ത് കാപട്യം നിറഞ്ഞ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിച്ചിരുന്നില്ല. പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്തവാസം നയിക്കാൻ തുടങ്ങി. 1992 പുറത്തിറങ്ങിയ 7.5 പൊന്നാനയിൽ അശ്വതി എന്ന മാനസിക രോഗിയുടെ വേഷത്തിലായിരുന്നു കനക എത്തിയിരുന്നത്. ആ സിനിമയിലെ സീനുകൾ അതേപടി ജീവിതത്തിൽ ആവർത്തിക്കുമെന്ന് നടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കനക ഇപ്പോൾ എല്ലാം അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടിയുടെ വീടിന് തീപിടിച്ചത് വാർത്തയായിരുന്നു. ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം പോലെ ഉണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത്. അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത്. ഫയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക മടി കാണിച്ചിരുന്നു. പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിനു ശേഷമാണ് കനക വാതിൽ തുറന്നത് തന്നെ. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. തുടർന്ന് മൈലാപുരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. ഫയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും കനക വളരെ മോശമായും രൂക്ഷമായും ആണ് നടി പ്രതികരിച്ചത്. എന്നാൽ രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. ഫയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും കനക വളരെ മോശമായിട്ടായിരുന്നു രൂക്ഷമായിട്ടുമായിരുന്നു നടി പ്രതികരിച്ചത്. എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നും നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നും ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ കനകയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിന്റെ അകത്തേക്ക് കയറുകയും തീ അണയ്ക്കുകയും ചെയ്തത്. എന്നാൽ അപ്പോഴെല്ലാം കനക പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. നിരവധി വസ്ത്രങ്ങളും സാധനങ്ങളും കത്തി നശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊരി ആള് കത്തുകയും വീടിനകത്ത് തീ പടരുകയായിരുന്നു എന്നുമാണ് പറഞ്ഞിരുന്നത്. കനകയുടെ സിനിമകളുടെ തെരഞ്ഞെടുപ്പിലും വസ്ത്രധാരണത്തിൽ പോലും അമ്മ അനാവശ്യമായി ഇടപെടുന്നു എന്ന് പരാതിയുണ്ടായിരുന്നു. അമ്മയുടെ കർക്കശ നിലപാടുകൾ കാരണം കനകയ്ക്ക് നഷ്ടമായത് 3 മാസ്റ്റർ പീസ് ചിത്രങ്ങളാണ്. തേന്മാവിൻ കൊൻപത്ത്, സർഗം, അമരം എന്നീ ചിത്രങ്ങളായിരുന്നു അവ. കാർത്തുമ്പിയും തങ്കമണിയും മുത്തുവും കൈവിട്ടു പോയപ്പോൾ നമ്പർ 1 നായിക എന്ന സുവർണ കിരീടമായിരുന്നു നടിക്ക് നഷ്ടമായത്. പക്ഷേ അമ്മയെ പ്രാണനായി സ്നേഹിച്ച കനകയ്ക്ക് അമ്മയെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അമ്മയോളം വലുതല്ലായിരുന്നു കനകയ്ക്ക് ഈ നഷ്ടങ്ങളൊക്കെയും. നായകനുമൊത്ത് ഇഴുകിച്ചേർന്നുള്ള അഭിനയവും ഗ്ലാമർ റോളുകളും ദേവിക സെൻസർ ചെയ്യാൻ തുടങ്ങിയതോടെ ഒരു ഭാഷയിലേക്കും കനകയെ വിളിക്കാതായി. അവസരങ്ങൾ പൊടുന്നനെ കുറയുകയായിരുന്നു. ഗോഡ്ഫാദർ എന്ന മെഗാ ഹിറ്റിലൂടെ തുടങ്ങി നരസിംഹം എന്ന മെഗാ ഹിറ്റിലൂടെ മലയാളത്തിലെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന കനകയ്ക്ക് മലയാള സിനിമയോട് എന്നും ഒരു മമതയുണ്ടായിരുന്നു. കനകയോട് മലയാളികൾക്കും അങ്ങനെ തന്നെ. 1992 പുറത്തിറങ്ങിയ 7.5 പൊന്നാനയിൽ അശ്വതി എന്ന മാനസിക രോഗിയുടെ വേഷത്തിലായിരുന്നു കനക എത്തിയിരുന്നത്. ആ സിനിമയിലെ സീനുകൾ അതേപടി ജീവിതത്തിൽ ആവർത്തിക്കുമെന്ന് നടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കനക ഇപ്പോൾ എല്ലാം അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.